കൂട്ടുകാരെ, കിഴങ്ങും സോയാബോളും കൊണ്ട് അടിപൊളി ഒരു മസാലക്കറി തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ചെറിയ സോയാബോൾ വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. 2 കുഞ്ഞു സവോള ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മസാലപ്പൊടികളൊക്കെ വഴിയെ നമുക്ക് ചേർക്കുന്ന കൂട്ടത്തിൽ കാണാം. ഒരു കുക്കർ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് 3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി മൂത്തപ്പോൾ സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. വാടി വന്ന ഉള്ളിയിലേക്ക് മസാലക്കൂട്ടെല്ലാം കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് കിഴങ്ങും സോയാബോളും ചേർത്ത് കൊടുക്കാം. മൂത്ത് വന്ന മസാലയിലേക്ക് കിഴങ്ങും സോയാബോളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി മസാലക്കറി ഇവിടെ റെഡിയായി കഴിയും. പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് 2 വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് മസാലക്കറി എന്തായെന്ന് നോക്കാം. കിഴങ്ങും സോയാബോളും കൊണ്ടുള്ള മസാലക്കറിയുടെ റെഡിയായി കഴിഞ്ഞ് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റും. മസാലക്കൂട്ടെല്ലാം കൂടെ ചതച്ച് ചേർത്ത് കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ കറി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.